കുറച്ചും കൂടെ സ്പീഡായിട്ട് സോമ. ആകട്ടെ, ഫുൾ എനർജിയുടെ കൂടെ. നന്നായിട്ടുണ്ട്, ഇത് പ്രവർത്തിക്കാൻ തുടങ്ങി. സൂപ്പർ, കണ്ടില്ലേ? അവളെ ശരീരത്തിലുള്ള എല്ലാ ജലദോഷവും ഇപ്പൊ ഇതിന്റെ അകത്ത് വന്നു. ശരി, ഇപ്പോഴെങ്ങനെയുണ്ട് മേഘേ? എനിക്ക് വളരെ വ്യത്യാസമായിട്ടുണ്ട്. എവിടെ? ഇനിയൊരു പ്രാവശ്യം പറഞ്ഞേ. എനിക്ക് വ്യത്യാസമായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയണത് നിനക്ക് കേൾക്കുന്നില്ലേ? തല അനങ്ങുന്നില്ല, പക്ഷെ അവള് സംസാരിക്കുന്നല്ലോ. ഏയ്, ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ. എനിക്ക് ജലദോഷം ഇല്ല, പക്ഷെ എനിക്ക് എന്തോ വ്യത്യാസമായിട്ട് തോന്നുന്നു. വ്യത്യാസമായിട്ടുണ്ടെന്നോ? ആ, ശരിക്കും എനിക്കും അങ്ങനെയാ തോന്നുന്നത്. എന്ത് പറ്റി? ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ അവിടെയല്ല ഉള്ളത്. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു? എന്താ ഇതെല്ലാം? പറയാം, പക്ഷേ പേടിക്കില്ലെന്ന് എനിക്ക് സത്യം ചെയ്യണം. തീർച്ചയായും ഞാൻ പേടിക്കില്ല. പറ. അതായത് എന്റെ ഈ പുതിയ മിഷൻ നിന്റെ ഈ കോൾഡ് എല്ലാം എടുത്തു. അത് നല്ല കാര്യമാ. ശരി, അതിനിപ്പോഴെന്താ? അത് അത്ര വലിയ കാര്യമൊന്നുമില്ല. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. നീ പേടിക്കണ്ട. എന്ത് സംഭവിച്ചെന്ന് പറയുന്നുണ്ടോ? എന്റെ ഈ പുതിയ മിഷൻ നിന്റെ ശരീരത്തിലുള്ള പേഴ്സണാലിറ്റി എല്ലാം എടുത്തു. അവസാനമായിട്ട് ഈ ഡസ്റ്റ്ബിനിൽ ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ നീ ഒരു ഡസ്റ്റ്ബിന്നാ. ഞാനിത് ഡസ്റ്റ്ബിന്നോ? നീ വിഷമിക്കണ്ട, ഞാനിത് ശരിയാക്കാം. ഇപ്പോൾ തന്നെ നിന്നെ വീണ്ടും പഴയതുപോലെ ഞാൻ മാറ്റാം. ട്രേസി, മേഘയെ കാണുന്നില്ല. അയ്യോ, ഇപ്പോഴെല്ലാം കുളമായിന്നാ തോന്നുന്നത്. മേഘേ, മേഘേ, നീ തിരിച്ചു വാ. എന്നെ കണ്ടുപിടിക്കൂ ട്രേസി. കണ്ടുപിടിക്കാം, വെയിറ്റ് ചെയ്യൂ. നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കും, ഞാൻ കണ്ടുപിടിക്കാം. മേഘയുടെ ശരീരത്തിന് ഇപ്പൊ കൺട്രോൾ ഇല്ല. അത് തന്നെ ഇഷ്ടം പോലെ ചുറ്റിത്തിരിയുന്നു. അതിനെന്തെങ്കിലും മുറിവ് സംഭവിച്ചാൽ എന്ത് ചെയ്യും? ആലോചിച്ച് നോക്കാൻ തന്നെ പേടിയായിട്ടുണ്ട്. നമ്മൾ കാത്തിരുന്ന സമയം ഇതായിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർമാൻ ഇതാ വരുന്നു. അവര് ഈ പുഴയുടെ മേലെ കിട്ടിയ കയറിന്റെ മേലെ നടക്കാൻ പോവുകയാണ്. നിങ്ങൾ കാണൂ. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുത പ്രകടനമാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ കണ്ടോളൂ. അവർ ഓരോ സ്റ്റെപ്പും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എന്തൊരു അത്ഭുതമാണെന്ന് നോക്കൂ. ഒരു നിമിഷം, എന്ത്? ആ ചെറിയ കുട്ടി എന്താണ് ഇങ്ങനെ നടന്നു പോകുന്നത്? എവിടെ പോകുന്നത്? എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു വലിയ അപകടം നടക്കാൻ പോവുകയാണ്. ഞാൻ എവിടെ പോയി? നമ്മൾ അന്വേഷിച്ച് നടക്കുന്നതിനേക്കാളും നിന്നെ ഇവിടെ വരുത്തിക്കുന്നതാണ് നല്ലത്. ഒരു ശരീരത്തിന് ഏതാ കൂടുതൽ ഭക്ഷണം? മേഘേ, നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? ചിക്കൻ സൂപ്പാണ് കൂടുതൽ ഇഷ്ടം. എങ്കിൽ ഇപ്പോൾ തന്നെ ചിക്കൻ സൂപ്പ് ചെയ്യാം. അതും ഇതിലിട്. ഇതാണ് അവസാനത്തെ പാക്കറ്റ്. വിശ്വാസത്തോടെ ചെയ്യാം. ചിക്കൻ സൂപ്പ്. നീ അവളെ അന്വേഷിക്കാൻ തുടങ്ങൂ. അവൾ വരുന്നുണ്ട്. ഇല്ല, ഈ സൈഡ് കാണുന്നില്ല. ഞാൻ എവിടെയാ ഉള്ളത്? അത് അവിടെ. വേഗം വാ, വേഗം വാ. ശരി, ഞങ്ങള് രണ്ടുപേരും ഇനിയും ഒന്നായിട്ടില്ല. പക്ഷെ ഞാൻ ഒന്ന് ചേർക്കാം. വീണ്ടും നമുക്ക് ആ വലിച്ചെടുക്കുന്ന മെഷീൻ യൂസ് ചെയ്യണം. എത്ര സമയം എടുക്കും? മാക്സിമം അരമണിക്കൂർ. പറ്റില്ല. എന്ത്? ഞാൻ മത്സരത്തിൽ പങ്കെടുക്കണം. ലേറ്റ് ആയെങ്കിൽ പിന്നെ അതിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷെ മേഘേ, നീ രണ്ട് ഭാഗമായിട്ടുണ്ട്. ഒന്ന് ഡസ്റ്റ്ബിൻ ആയിട്ട്. എനിക്ക് ഈ ചാൻസ് പോയെങ്കിൽ പിന്നെ വേറെ ചാൻസ് ഇല്ലല്ലോ. ഓ ശരി ശരി, കരയല്ല കരയല്ല. നമ്മൾ ഇതിന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അടുത്ത മത്സരാർത്ഥിയെ ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. മേഘൻ മിബിൻ, ഉടനെ വരിക. നമ്മുടെ മേഘ സുന്ദരിയായിട്ടുണ്ടല്ലേ? സത്യമായിട്ടും നല്ല സുന്ദരിയായിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു അതിശയം ഉണ്ടല്ലോ. അവളുടെ തലയിലതൊരു ചവറ്റകൊട്ട. അതെ, അതാണ് വ്യത്യാസമായിട്ടുള്ളത്. ഇത് പ്രവർത്തിക്കുമോന്ന് അറിയില്ല. എനിക്ക് പേടിയായിട്ടുണ്ട്. നീ എന്നെ പേടിപ്പിക്കില്ല സോമ. ഇപ്പോൾ ഈ രണ്ട് സ്റ്റിക്കും കൊണ്ട് നീ പ്ലേ ചെയ്യൂ. എന്റെ മോൾ അത്ഭുതമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതെ, സത്യത്തിൽ അതിശയമായിട്ടുണ്ട്.
മേഘയുടെ സ്വപ്നം പ്രവർത്തിച്ചതുപോലെ തോന്നി. അവളെ ഇഷ്ടപ്പെടുത്തി തന്നെ. പക്ഷെ പാവം ബക്കറ്റോട് ചെയ്യാനാണ് അവൾ ആഗ്രഹിച്ചില്ല. ഞങ്ങൾക്ക് സമയമില്ല, ഇപ്പൊ തന്നെ രണ്ടുപേരും ഒന്നാക്കണം. എല്ലാവരും കൈയടിച്ചത് നിങ്ങൾ രണ്ടുപേരും കണ്ടില്ലേ? എത്ര സൂപ്പറായിട്ടുണ്ടായിരുന്നില്ലേ? അത്ഭുതം, അത്ഭുതം. ഞങ്ങളത് കണ്ടു. ശരി, ഇപ്പൊ നീ നേരായിട്ടിരിക്കേ. നീ തുടങ്ങാൻ സോമ. ഓക്കേ, അത് പ്രവർത്തിക്കാൻ തുടങ്ങി. നിർത്ത്. എന്തെങ്കിലും സംസാരിക്കും മേഘേ. നീ എനിക്ക് വേണ്ടി ചെയ്ത ഈ കാര്യം ഞാൻ ഒരിക്കലും മറക്കില്ല ട്രീസ്.